വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കെമിക്കൽ പീലിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടാവും, കുറേ പേരൊക്കെ ചെയ്തിട്ടും ഉണ്ടാവും. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ല. എന്നാൽ ചിലർ അറിയുന്നുണ്ടെങ്കിലും ഈ ഒരു പേരിൽ, അതായത് കെമിക്കൽ എന്ന് പറയുന്ന ഈ ഒരു പേര് കേട്ടിട്ട് പേടിച്ചിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഇതിൻ്റെ പ്രോസസ്സൊക്കെ എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്, അതുപോലെ ഇത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ അല്ലയോ, അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാവുമോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു കെമിക്കൽ പീലിംഗ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പ്രചാരത്തിൽ വന്നിട്ട്. അതിന് മുൻപ് വരെ നമ്മുടെ ഈ ഒരു സ്കിൻ കെയറിൻ്റെ ഒരു ലാസ്റ്റ് വേർഡ് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് ഫേഷ്യൽസ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും സാലൂണിലേക്ക് ഓടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫേഷ്യൽസ് ആണ്. വളരെ കുറച്ച് നാളുകളായിട്ടാണ് ഈ ഒരു ഫേഷ്യൽസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ പീൽസ് അല്ലെങ്കിൽ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നത്. ഒരുപാട് പേര് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് അധികം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു കെമിക്കൽ പീലിംഗ് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഫ്രൂട്ട് എസൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന കെമിക്കൽസ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ പ്രോബ്ലംസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റ് ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിന്റെയോ ഒക്കെ കീഴിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്കിന്നിന് അത് ഹാംഫുൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിന്റെ കീഴിൽ മാത്രം ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഔട്ടർ മോസ്റ്റ് ലെയറായ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന വിസിബിൾ സ്പോട്ട്സ്, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ തന്നെയും ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ പീൽസിൽ തന്നെ 3 വെറൈറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ലൈറ്റ് പീൽസ് എന്ന് പറയും. സെക്കൻഡ് വൺ മീഡിയം പീൽ, അതുപോലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഡീപ്പ് പീൽസ് ആണ്. മോസ്റ്റ് കോമൺലി എല്ലാവർക്കും യൂസ് ചെയ്ത് വരുന്ന ഒരു പീൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് പീൽസ് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ പീൽസ് ആണ്. ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പീൽ വെറൈറ്റിയാണ്. നമുക്ക് അധികം അങ്ങനെ എന്താ പറയുക സ്കിന്നിന് റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ലൈറ്റ് പീൽസ് ചെയ്യുന്നതുകൊണ്ട് വരാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പവർ കുറഞ്ഞ കെമിക്കൽസ് ആണ് ഈ ഒരു പീൽസിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്കിന്നിൽ അധികം അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് പുറത്തുള്ള ആ ഒരു ഡെഡ് സ്കിൻസ് ഒന്ന് റിമൂവ് ചെയ്യണം, അതുപോലെ നമ്മുടെ സ്കിന്നിൽ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലംസ് ഒക്കെ റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീൽസ് ആണ് ഓപ്റ്റ് ചെയ്യുക. ഈ ഒരു ലൈറ്റ് പീല് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ ക്യൂർ ആയി ഒരു പഴയ ആ ഒരു ഫോമിലേക്ക് എത്താനായിട്ട് ഒരു 7 days ആണ്, അതായത് 1 week ആണ് ഡ്യൂറേഷൻ എടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നില്ല, ജനറൽ ആയിട്ട് പറയുമ്പോൾ ഒരു 7 days ആണ് മാക്സിമം അതിൻ്റെ ഒരു ടൈം പീരീഡ്. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ കണ്ടീഷൻ, അതുപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചർ, അതുപോലെ സ്കിന്നിൻ്റെ തിക്നെസ് ഒക്കെ അനുസരിച്ച് ഈ ഒരു ക്യൂറിങ് പീരീഡ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ ഈ ലൈറ്റ് പീൽസ് എന്ന് പറയുമ്പോൾ പീൽസ് എന്ന് പറയുമ്പോൾ ഓരോ സിറ്റിംഗ് വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലൈറ്റ് പീൽസ് എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള കെമിക്കൽ യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ സിറ്റിംഗ് പീരീഡ്, അതായത് റിസൾട്ട്സ് വിസിബിൾ ആവാനായിട്ട് നമ്മൾ എത്ര സിറ്റിങ്സ് എടുക്കണം എന്നുള്ളതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ആ ഒരു എന്താ പറയുക എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് മീഡിയം പീൽസിനെ കുറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ലൈറ്റ് പീൽസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ലൈറ്റ് പീൽസ് ചെയ്യുമ്പോൾ അത് ഔട്ടർ മോസ്റ്റ് ലെയറിലാണ് നമുക്ക് വർക്ക് ആകുക. നേരെ മറിച്ച് ഈ ഒരു മീഡിയം പീലിൽ നോക്കുകയാണെങ്കിൽ ഔട്ടർ ലെയർ ടു മിഡ് ലെയർ വരെ, നമ്മുടെ സ്കിന്നിൻ്റെ മിഡ് ലെയർ വരെ ഈ ഒരു മീഡിയം പീൽസിൻ്റെ എഫക്റ്റ് നമുക്ക് വർക്ക് ആകുന്നതാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള സ്പോട്ട്സ് പോലും ഈ ഒരു മീഡിയം പീൽസ് യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മീഡിയം പീൽ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ മൈൽഡ് ആയിട്ടൊരു റെഡ്നെസ്സും അതുപോലെ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു പെയിനും ഉണ്ടാവാറുണ്ട്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം നമുക്കൊരു 1 to 2 weeks ആണ് നമ്മുടെ സ്കിന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടുന്ന ടൈം. നേരത്തെ പറഞ്ഞതുപോലെ പല സ്കിന്നിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ചില കേസുകളിൽ ഈ ഒരു സ്കിന്ന് ക്യൂർ ആയാലും ചിലപ്പോൾ ആ ഒരു റെഡ്നെസ് കുറച്ച് നാളും കൂടി നമുക്ക് നീണ്ടു നിൽക്കും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ്, ഇച്ചിങ് അങ്ങനെയൊക്കെ ഈ ഒരു റെഡ്നെസ്സിനോടൊപ്പം തന്നെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടുക. അപ്പോൾ അവർ അതിന് വേണ്ടുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൻമെന്റ്സ് അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു റെഡ്നെസ് അതുപോലെ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ തന്നെ റെഡ്യൂസ് ആയി വരുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഡീപ്പ് പീൽസിനെ കുറിച്ചിട്ട് പോകാം. അപ്പോൾ ഡീപ്പ് പീൽസ് ഈ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെയർ വരെ പെനിട്രേറ്റ് ചെയ്ത് നല്ല ഒരു വിസിബിൾ റിസൾട്ട് തരാനായിട്ട് ഈ ഒരു പീൽസ് സഹായിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈറ്റ് പീൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സിറ്റിങ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കുമെന്ന്. അതുപോലെ തന്നെ മീഡിയം പീൽസ് ആകുമ്പോൾ സിറ്റിങ്സിൻ്റെ എണ്ണം കുറച്ചുകൂടെ കുറയും. കാരണം നമ്മൾ ആ ലൈറ്റ് പീൽസിൽ നിന്ന് കുറച്ചുകൂടി വീര്യം കൂടിയ കെമിക്കൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് കുറച്ചുകൂടി കുറവ് സിറ്റിങ്സ് ആയിരിക്കും നമുക്ക് ആ ഒരു പീൽസ് ചെയ്യുന്നവർക്ക് വിസിബിൾ റിസൾട്ട്സ് കിട്ടാനായിട്ട് ആവശ്യമായിട്ട് വരിക. നേരെ മറിച്ച് ഡീപ്പ് പീൽസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വീര്യം കൂടി, അതായത് ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു
കെമിക്കൽ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പീൽസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പീൽസാണിത് കേട്ടോ. ഒരു സ്ലൈറ്റസ്റ്റ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസസ് ഈ ഒരു പീൽസിലുണ്ട്. അപ്പോൾ ഈ ഒരു പീൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് 1 സിറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട്സ് ആണ് ഈ ഒരു പീൽസിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഒരു യൂത്ത്ഫുൾനെസ് റിറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഏജിങ് സൈൻസ് ആയ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ തന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഡീപ്പ് പീൽസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കാർസ് ഉണ്ടാവുമല്ലോ, നമുക്ക് എന്തെങ്കിലും പിമ്പിൾ വന്നതിൻ്റെ സ്കാർസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി മൂലം ഉണ്ടായ സ്കാർസ് ഒക്കെ തന്നെയും നമുക്ക് ഈ ഒരു ഡീപ്പ് പീൽസിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് മോർ ദാൻ 2 വീക്സ് ആണ്. ഈ ഒരു ഡീപ്പ് പീൽ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നൊന്ന് ക്യൂറായി വരാനായിട്ട് 2 വീക്സ് ഓഫ് ടൈമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലുണ്ടാവുന്ന റെഡ്നെസ്, ഇതിനും നമുക്ക് തീർച്ചയായിട്ടും റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. ഇത് ഒരു 3 മന്ത്സ് വരെയൊക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീപ്പ് പീൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 to 4 മന്ത്സ് എങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് സൺറൈസ് തട്ടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ എന്തെങ്കിലും പെയിൻ കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്ക് ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് ഒക്കെ തന്നെയും നമ്മുടെ ഈ ഒരു എക്സ്പേർട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഏത് പീൽസ് ആയാലും, ഇപ്പോൾ ലൈറ്റ് പീൽസ് ആയാലും മീഡിയം പീൽസ് ആയാലും അതുപോലെ തന്നെ ഡീപ്പ് പീൽസ് ആയാലും അതിനുശേഷം ആ ഒരു പീൽസിൻ്റെ ഓരോ സിറ്റിങ്ങിന് ശേഷവും നമുക്ക് ഈ ഒരു ഡോക്ടർ നമുക്ക് നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന കെയർ കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. എന്തൊക്കെയാണ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര നാൾക്ക് ശേഷമാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അതൊക്കെ തന്നെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക ഒന്നും ചെയ്യരുത്. അവരെന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പീൽസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യണം, ഒരു 2 വീക്സ് ബിഫോർ എങ്കിലും. അത് ഉറപ്പായിട്ടും എവിടെ പോയാലും നമുക്ക് അതിൻ്റെ ആ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇൻ കേസ് അവർ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യത്തിൽ വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അത് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ പാച്ച് ടെസ്റ്റ് ചെയ്യണം. കാരണം പലരുടെ സ്കിൻ ടൈപ്പിൽ ചിലപ്പോൾ ചില ഇൻഗ്രീഡിയൻസ് ഒന്നും സ്യൂട്ട് ആവില്ല, ചില കെമിക്കൽസ് സ്യൂട്ട് ആവില്ല, റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പീൽസിനൊക്കെ ശേഷം നമുക്ക് ഡോക്ടേഴ്സ് പറയും ഇത്ര ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അവർ പറയുന്ന ആ ഒരു ലോഷൻസ് അല്ലെങ്കിൽ ക്രീംസ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ആൻറ്റി ഗ്ലെയർ ലോഷൻസ് അല്ലെങ്കിൽ ഹയർ വാല്യൂ ഓഫ് SPF അടങ്ങിയിട്ടുള്ള ക്രീംസ് അല്ലെങ്കിൽ സൺസ്ക്രീൻസ്, മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യുക. അതും അവർ എത്ര ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ഒരു ടൈം പീരീഡിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുക. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ്, ടെക്സ്ചർ, നമ്മുടെ സ്കിൻ പ്രോബ്ലംസിൻ്റെ തീവ്രത ഇതൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് ഏത് പീൽസാണ്, ഡീപ്പ് വേണോ, മീഡിയം വേണോ, ലൈറ്റ് വേണോ എന്നൊക്കെ ഈ ഒരു എക്സ്പേർട്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുക. അത് മാത്രമല്ല എത്ര സിറ്റിങ്സ് വേണം ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ക്യൂർ ആവാൻ. ഇപ്പോൾ ചിലർക്ക് ഒരു 1-2 സിറ്റിംഗ് കൊണ്ട് തന്നെ ചിലർക്ക് വ്യത്യാസം വരും. ചിലർക്ക് ഒരു 5 to 6 സിറ്റിങ്സ് ഇരുന്നാൽ മാത്രമേ ചിലപ്പോൾ ആ പ്രോബ്ലംസ് റെഡ്യൂസ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ആ ഒരു ടൈം പീരീഡ് എത്ര സിറ്റിങ്സ് വേണം എന്നുള്ളതൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കെമിക്കൽ പീൽസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കെമിക്കൽ പീൽസ് എന്താണെന്നും അത് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതെന്നും നമ്മുടെ സ്കിന്നിന് അത് ഹാംഫുൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.